പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ, അവൻ്റെ വചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ദൈവാത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിരിക്കുന്നതായ വചനം ഹോശേയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യമാണ്. ദിവസങ്ങളോളം സംസാരിച്ചിരുന്നാലും പ്രസംഗിച്ചാലും ധ്യാനിച്ചാലും തീരാത്ത ആഴമേറിയ വചനത്തെ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തിയോടെ ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൻ്റെ വാഞ്ചിക്കും നിലവാരത്തിനും ആത്മീക ദാഹത്തിനും അവസ്ഥയ്ക്കും അനുസരിച്ച് അവരോട് ഇടപെടേണ്ടതിനായി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാജ്ഞാനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവാചകനായ ഹോശേയ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രവചനം 14 അധ്യായങ്ങളിലുള്ളതായ അനേക വീഴ്ചകളും ഉയർച്ചകളും താഴ്ചകളും മാനവും ഹീനവുമായിട്ടുള്ള അനേക കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം അദ്ദേഹം ആ ജനത്തെ മുഴുവനും ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിച്ച് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി തൻ്റെ ജീവിതം അവനു വേണ്ടി ആ പ്രത്യേക ഉദ്ദേശത്തിനായി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിൽ കൂടെ സംസാരിക്കുന്നു. അതിൻ്റെ 4-ാം വാക്യം, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കും. പ്രൈസ് ദി ലോർഡ്. അതെന്താ പിന്മാറ്റം? അപ്പോൾ ഒരു രോഗമാണ്. പിന്മാറ്റത്തിന് ചികിത്സ ആവശ്യം എന്ന് ദൈവം പറയുന്നു. മനുഷ്യൻ്റെ വാക്കല്ല, ദൈവം പ്രവാചകനിൽ കൂടെ പറയുകയാണ്, അല്ലയോ മനുഷ്യ, നിനക്ക് അനുഭവിക്കുന്നതായ പിന്മാറ്റങ്ങൾ അത് സ്വതവേ വരുന്നതല്ല, അതൊരു രോഗമാണ്. നീ വരുത്തി തീർത്ത രോഗം. ചില രോഗങ്ങൾ തനിയെ വന്നു കയറും, ചില രോഗങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തും, ചില രോഗങ്ങൾ നമ്മൾ സൃഷ്ടിക്കും, ചില രോഗങ്ങൾ ജന്മനാൽ തന്നെ നമ്മോടുകൂടെ നടക്കും. എന്നാൽ ഈ അവസ്ഥകളൊക്കെയും പേറിക്കൊണ്ട് നമ്മെ പലപ്പോഴും ആക്രമിച്ച് കീഴ്പ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ അധീനരാക്കുന്നതായ, ദൈവസന്നിധിയിൽ നിന്ദ്യമായ ഒരവസ്ഥയ്ക്ക് നമ്മെ തള്ളിക്കളയുന്നതായ ഒരു വലിയ മഹാരോഗം ആണ് പിന്മാറ്റം. എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് അല്പം പിന്നോട്ട് മാറി നടക്കുക. ഈ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ക്ഷീണിച്ചൊരു ഭാഗത്തേക്ക് കിടന്നുറങ്ങുകയല്ല, പുറകിലേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് കമ്മിങ് ഇൻ ഫ്രണ്ട്, മുൻപോട്ട് വരുന്നില്ല. അപ്പോൾ മുൻപോട്ട് വരാതെ പുറമോട്ട് മാറി നടക്കുന്ന, സഞ്ചരിക്കുന്ന ഒരവസ്ഥ, അതിനെ പിന്മാറ്റം ഇല്ലെങ്കിൽ ബാക്ക് സ്ലൈഡിങ്, പുറകിലോട്ട് മാറി ഓരം ചേർന്ന് നടക്കുന്നതായ അവസ്ഥ. അത് സ്വതവേ വരുന്നതല്ല, അതൊരു രോഗമാണ്. ഈ രോഗം പലരിലും വ്യാപിച്ചു കൊണ്ടുപോകും. ചില രോഗങ്ങളുണ്ട് സഞ്ചരിക്കുന്ന രോഗം, ചിലത് വന്നു കയറി അങ്ങ് പോകും, വേറെ ആർക്കും ശല്യം ചെയ്യില്ല. എന്നാൽ ചില രോഗങ്ങളുണ്ട് ചില കാലങ്ങൾ നോക്കി വരുന്ന രോഗം. അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ ഒരു മനുഷ്യൻ ബലഹീനനാകുമ്പോൾ ചാടിപ്പിടിക്കുന്നതായ രോഗങ്ങളുണ്ട്, അത് സഞ്ചരിക്കുന്ന രോഗമാണ്. എന്നാൽ ചിലരുണ്ട് രോഗപ്രതിരോധ ശേഷിയുള്ളവരാണ്. ചില രോഗങ്ങൾ പ്രതിരോധ ശേഷിക്കാരെയും കീഴ്പ്പെടുത്തും. ചിലതൊക്കെ ജന്മനാൽ ഹെറിഡിറ്ററി ആയിട്ട്, പിതൃസമ്പത്തായിട്ട് നമുക്ക് വരുന്ന രോഗം. എന്നാൽ ടോട്ടലി ദൈവം പറയാണ്, നിനക്ക് പിന്മാറ്റമെന്ന് പറയുന്നതായ ഒരു രോഗം നിന്നെ ബാധിച്ച് നീ ദൈവത്തിൽ നിന്ന് പിന്നോട്ട് മാറി ഓരം ചേർന്ന് നടക്കുന്ന അവസ്ഥ, അതൊരു രോഗമായി ദൈവം കണക്കാക്കിക്കൊണ്ട്
I will treat you. I will give you the treatment for you and I will heal you. നിനക്കതിന് തക്ക ഒരു ചികിത്സ ആവശ്യമാണ്. ആ ചികിത്സ തന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രസ്തുത അധ്യായം തുടങ്ങുമ്പോൾ വളരെയധികം കുറിക്കൊള്ളേണ്ടതായ ഒരു വചനം. അതിൻ്റെ 2-ാം വാക്യം, ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായി ജനത്തോട് പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ കൃപയുണ്ടാകുന്നുവെങ്കിൽ ഞങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും ക്ഷമിച്ച് ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ പിന്മാറ്റത്തെ ഞങ്ങൾക്ക് ചികിത്സ തന്ന് സൗഖ്യമാക്കുമെങ്കിൽ ഞങ്ങളുടെ ഉദരാർപ്പണമായ കാളകളെ ഞങ്ങൾ അർപ്പിക്കും. ദൈവത്തോട് ചെയ്യുന്ന പൊരുത്തന. പ്രൈസ് ദി ലോർഡ്. അതെന്താ ഈ കാളകളെ അർപ്പിക്കുന്നത്? ഈ കാളകൾക്ക് പകരം പോത്തിനെ അർപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ 2 എരുമയെ അർപ്പിച്ചുകൂടെ? ഇല്ലെങ്കിൽ ഒരു സിംഹത്തെ അർപ്പിച്ചുകൂടെ? ആനയെ അർപ്പിച്ചുകൂടെ? ഇല്ല. പ്രവാചകൻ പറയുന്നു ഉദരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അപ്പോൾ കാളകൾക്ക് വചനസംബന്ധമായി എന്തോ വിശേഷത പ്രവാചകൻ കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. എന്താണ് ഈ കാളകൾ എന്ന് പറയുന്നത്? യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുകയാണ്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽക്കൂടിനെയും അറിയുന്നു. എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്മാറ്റം സംഭവിച്ചു. എന്താണ് ഈ പുൽക്കൂടിനെ അറിയുക, യജമാനനെ അറിയുക, പുൽക്കൂടിനെ അറിയുക എന്ന് പറഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ മേച്ചിൽ കഴിഞ്ഞിട്ട് എവിടെ ഉറങ്ങണം, ഏത് വീട്ടിലേക്ക് പോകണമെന്ന് കാളകൾക്കും കഴുതകൾക്കും നന്നായി അറിയാം. എന്നാൽ ഒരു പോത്തിനെ സംബന്ധിച്ചിടത്തോളം ആ യജമാനൻ്റെ വീട്ടിലോട്ട് പോകണമെന്നുള്ളതായ ചിന്തയൊന്നുമില്ല. അദ്ദേഹം കിടക്കുന്ന ആ ചേറ്റിൽ തന്നെ കിടന്ന് തണുപ്പത്ത് കിടക്കണമെന്നുള്ള ചിന്തയാണ്. അദ്ദേഹത്തെ ഒരു ദിവസം യജമാനൻ വന്ന് കൊണ്ടുപോയില്ലെങ്കിലും പരാതിയൊന്നുമില്ല. എന്നാൽ കാളകൾ അങ്ങനെയല്ല. കാളകൾക്ക് തൻ്റെ യജമാനൻ്റെ ഭവനത്തിലേക്ക് പോകണം. അവൻ്റെ യജമാനൻ്റെ ഭവനത്തിൽ എത്ര അരിഷ്ടമായിട്ടുള്ളതോ ഒരു താമസം അല്ലെങ്കിൽ തൊഴുത്താണെങ്കിലും അതിൻ്റെ അയൽ വീട്ടിൽ മനോഹരമായി നല്ല ഡ്രെയിനേജ് സൗകര്യവും ഇഷ്ടം പോലെ തീറ്റയുമുള്ള ഒരു തൊഴുത്ത് അയൽ വീട്ടിലുണ്ടെങ്കിലും കാളകളെയും കഴുതകളെയും ശ്രദ്ധിക്കുക. അത് അയൽ വീട്ടിൽ തൊഴുത്തുകളുടെ ഭംഗിയോ അവിടുത്തെ സമൃദ്ധിയോ നോക്കി പോകാറില്ല. യജമാനൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും ആ കുടിലിൽ കാളയും കഴുതയും ചെല്ലും. അതിനെയാണ് ഉദരാർപ്പണം. ഉടയവനെ തിരിച്ചറിയുന്നു. നീ ഞങ്ങളെ രക്ഷിക്കുമെങ്കിൽ കർത്താവെ ഞങ്ങൾ ഉദരാർപ്പണമായ കാളകളെ അർപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉടയവൻ ആരെന്ന് ഞങ്ങളുടെ അധരം കൊണ്ട് ഏറ്റുപറയുമെന്നർത്ഥം. ഞങ്ങൾ പറയും, ദൈവമേ നീ ഞങ്ങളുടെ ഉടയവൻ, ഞങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ തക്ക കഴിവുള്ളവൻ, ഞങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവൻ. സന്ധ്യ മയങ്ങുമ്പോൾ ആ കന്നുകാലികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു യജമാനൻ ആ പുൽക്കൂട് അതിനു വേണ്ടി കാത്തിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ചോർന്നൊലിക്കുന്ന പുൽക്കൂടായിരിക്കാം, ഒന്നുമില്ലാത്ത പുൽക്കൂടായിരിക്കാം. എന്നാൽ കാളയും കഴുതയും ഒരു പരാതിയും കൂടാതെ പുൽക്കൂട്ടിലേക്ക് ചെല്ലുന്നു. അന്യവരുടെ പുൽക്കൂട്ടിൽ പോകില്ല. അതുവരെയും ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ പുൽക്കൂടുകളുടെ ഭംഗി നോക്കി, വിഗ്രഹങ്ങളുടെ ഭംഗി നോക്കി, എല്ലാം പോയിരുന്ന അവസ്ഥയെക്കുറിച്ച് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയതിന് ശേഷം പ്രവാചകൻ പറയാണ്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുമെങ്കിൽ, ഞങ്ങളെ സഹായിക്കുമെങ്കിൽ ഞങ്ങളുടെ ഉദരാർപ്പണമായ കാളകളെ അർപ്പിക്കും. കുറിക്കൊള്ളുക, പ്രവാചകൻ മീൻ ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത് നിന്റെ നാവ് കൊണ്ട് നിന്റെ ഉടയവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കഷ്ടത്തിലും നഷ്ടത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ഇല്ലായ്മയിലും നിന്നെ സ്നേഹത്തോടെ വഴി നടത്തുവാൻ, സ്നേഹമായി നിന്നോട് ഇടപെടുവാൻ 4-ാം വാക്യത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെയൊക്കെ അവസാനം അങ്ങോട്ട് പ്രവാചകൻ കൊണ്ട് വിവരിക്കുന്ന കാര്യം, നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കും, എൻ്റെ സ്നേഹം കൊണ്ട് നിന്നെ മൂടും. ആ സ്നേഹത്തിൽ നിന്നെ അലിയിക്കുമ്പോൾ
നിനക്കതൊരു ചികിത്സയായി ഭവിക്കും. നീ നിന്റെ പിന്മാറ്റത്തെ വിട്ട് ഓരം മാറിപ്പോയിരുന്ന അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വന്ന് മുന്നേ നടക്കുന്നവരോട് കൂടെ ചേർന്ന് നടക്കുന്നതിനിടയായിത്തീരും. കാരണം നിനക്ക് ചികിത്സ ലഭിച്ചു. ഈ പ്രഭാതം ചികിത്സ ആവശ്യപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ദൈവം ചികിത്സയുമായി വന്നിട്ടുണ്ട്. പക്ഷേ ദൈവം അതിനൊരു പ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് ഫ്രീ അല്ല. ആ പ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ പണമോ ധനമോ ഈ ഭൂമിയിലെ സകല സമ്പത്തും കൊണ്ടോ അതിന് വില കൊടുക്കാൻ കഴിയില്ല. പക്ഷെങ്കിൽ നിന്റെ നാവ് കൊണ്ട് ഉദരാർപ്പണമായ കാളകൾ ഉടയവൻ നീയാണെന്ന് ദൈവത്തോട് പറയുന്ന ഒരവസ്ഥ. സ്വർഗം കാത്തിരിക്കുന്ന ദിവസത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വചനം, കർത്താവേ, നീ ഞങ്ങളെ സൗഖ്യമാക്കുമെങ്കിൽ. പലപ്പോഴും ഞങ്ങൾ രോഗികളായിരുന്നു. പിന്മാറ്റം, അടിമത്തരം സ്വതവേ വന്ന രോഗമല്ല, ഞങ്ങൾ വിളിച്ചു വരുത്തിയ രോഗം, ഞങ്ങൾ സൃഷ്ടിച്ച രോഗം, ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയ രോഗം, പാരമ്പര്യമായി എന്നിൽ നിന്ന് മാറാതെ എന്നെ പിടികൂടിയിരിക്കുന്ന രോഗം. എന്താണെന്നറിയാം? പിന്മാറി നടക്കുക. മുൻപിലൊന്നും പ്രത്യക്ഷപ്പെടാതെ, മുൻപിലൊന്നും ഉച്ചരിക്കാതെ, മുൻപോട്ട് വരാതെ, പലപ്പോഴും പുറമോട്ട് നോക്കി, സൈഡിലേക്ക് നോക്കി, അരുമനാഥനെ നേരെ നിന്റെ മുഖപ്രകാശ രക്ഷ, അവൻ്റെ മുഖപ്രകാശ രക്ഷയെ കാണാതിരിക്കത്തക്കവണ്ണം നിന്റെ കണ്ണുകളെയും മുഖത്തെയും മാറ്റിക്കൊണ്ട് നീ എന്തൊക്കെയോ ദൈവത്തോട് വിരോധിയായി പോയി അയൽവക്കത്തെ വീടുകളിലെ സമൃദ്ധിയും അയൽവക്കത്തെ തൊഴുത്തിലെ സമൃദ്ധിയും മനോഹാരിതയും തേടിപ്പോയ അവസ്ഥയിൽ നിന്നൊരു തിരിച്ചു വരവ്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽക്കുടിനെയും അറിയുന്നു. നിന്റെ ഉടയവനെ നീ അറിയുന്ന അറിവിന് ദൈവം നിനക്ക് തരുന്ന പ്രതിഫലമോ നിന്റെ പിന്മാറ്റത്തിൻ്റെ ചികിത്സ, സൗഖ്യമുള്ളവനായി, ആരോഗ്യമുള്ളവനായി മുൻപേ നടന്നു പോകുന്നതായ ഒരവസ്ഥ. പിന്നിലായിരുന്നതിനെ മുൻപിലേക്ക് കയറ്റി വന്നു അനേക ഇടങ്ങളിൽ നീ പിന്തള്ളപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് ഇതാ ദൈവം നിന്നെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. സൗഖ്യമുള്ളവനായി, ആരോഗ്യമുള്ളവനായി, അവൻ്റെ മുഖപ്രകാശ രക്ഷയെ കണ്ടുകൊണ്ട് അവൻ്റെ സ്നേഹത്തെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരനുഭവം. ധന്യമായ ജീവിതം, ഭാഗ്യകരമായ ജീവിതം നിനക്കും നിന്റെ തലമുറയ്ക്കും ദൈവം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവം പറയാണ്, നീ എന്നോട് അടുത്തു വരുമെങ്കിൽ ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കും. വെറുതെ പറഞ്ഞു ഭേദമാക്കുകയല്ല, ചികിത്സിക്കും. തക്കതായ മരുന്നുകളും അല്ലെങ്കിൽ ശുശ്രൂഷകളും തന്നുകൊണ്ട് നിനക്ക് വ്യക്തമായി ഞാൻ നിന്നോട് പറയും. നീ അതിന് പകരം തരുന്നതോ, ദൈവമേ നീ എൻ്റെ ഉടയവൻ എന്ന് പരസ്യമായി, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് നിന്റെ അധരം തുറന്ന് സംസാരിക്കും. ദൈവം അത് കേൾക്കും. ദൈവം നിന്നിൽ പ്രസാദിക്കും. ദൈവം നിന്റെ തലമുറയിലും പ്രസാദിക്കും. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറും. ഗോഡ് ബ്ലെസ് യു.